നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ അടുക്കളയിൽ കത്തിയെടുക്കാൻ പോയതല്ലേ? എന്നിട്ട് ബുക്കും പേനയായിട്ടാണോ വരുന്നത്? കത്തിയൊക്കെ പിന്നെ എടുക്കാം അച്ഛമ്മേ. നമുക്ക് ആദ്യം വിശാൽ ബ്രോയുടെ ബർത്ത്ഡേക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കാം. നിനക്ക് ദിവ്യദൃഷ്ടി ഉണ്ടായ സ്ഥിതിക്ക് സൂക്ഷിച്ചു വേണം എല്ലാം നടത്താൻ. പ്രത്യേകിച്ചും അഗ്നി. അതൊഴിവാക്കുന്നതാവും നല്ലത്. അതിനായി ഈ പേനയും ബുക്കും ഒക്കെ. അത് നേരാണല്ലോ. നീ പറഞ്ഞപ്പോഴാ ഞാനും അത് ഓർത്തത്. അവന്റെ പിറന്നാളെ നമുക്ക് നന്നായി നടത്തണം. ഒരു കുറവും വരാൻ പാടില്ല. നീ എന്തൊക്കെ പ്ലാനാ മനസ്സിൽ കണ്ടിരിക്കുന്നത്? നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണം. ഫംഗ്ഷന് വരുന്നവർക്കെല്ലാം വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം. പാഷൻ ഫ്രൂട്ടായി ഇപ്പൊ ട്രെൻഡ്. പിന്നെ ബുഫേ മതി. അതും നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എന്നിങ്ങനെ 2 സെക്ഷൻ ഉണ്ടായിരിക്കണം. വെജും നോൺ വെജും തനി. പിന്നെ ഈ വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഗാർഗി, കൊച്ചു കുട്ടികൾ ധാരാളം വരും. അവർക്ക് കളിക്കാൻ ഒരു ഏരിയ മറക്കരുത്. പിന്നെ എന്നെ പോലെ വയസ്സായവർക്ക് ഇരുന്ന് സംസാരിക്കാൻ ഒരു സ്ഥലവും റെഡിയാക്കണം. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അച്ഛമ്മേ. പിന്നെ ഫംഗ്ഷന് വന്നു പോകുന്നവർക്കെല്ലാം ഒരു റിട്ടേൺ ഗിഫ്റ്റും കൂടി കൊടുക്കണം. എന്തായാലും നമുക്ക് വിശാൽ ബ്രോയുടെ ബർത്ത്ഡേ സൂപ്പർ ആക്കണം. എന്താ പാർവതി നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനും ഗാർഗി ഇത്രയും നേരം സംസാരിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ. എന്തു പറ്റുമോളെ? ഒന്നുമില്ല അച്ഛമ്മേ. നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. അത്രേ ഉള്ളൂ. നിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയാ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് നീ എന്തോ ഒരുമാതിരി അന്യെ പോലെ പെരുമാറുന്ന? അല്ല അച്ഛമ്മേ, നമുക്കേ ഈ പിറന്നാൾ ആഘോഷമൊക്കെ വേണോ? അച്ഛൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോ ഇങ്ങനൊരു ആഘോഷത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? പാർവതി, നീ എന്താ ഈ പറയുന്നേ? വീട്ടിലൊരാള് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ഒരാഘോഷവും നടത്താൻ പാടില്ലെന്നാണോ? പാർവതി, നീ പറയുന്നത് ശരി തന്നെയാ. നീ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്. വിശാലിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഗോപിക്ക് ഒരു സന്തോഷമായാലോ? കുറെ നാളായി ഈ വീടൊരു മരിച്ച വീട് പോലെയാ. ഈ ഫംഗ്ഷൻ വഴി എല്ലാവർക്കും ഒരു പുത്തൻ ഉണർവുണ്ടാവുകയാണെങ്കിൽ അതുണ്ടാവട്ടെ മോളെ. അച്ഛമ്മ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല. നമുക്ക് ഈ ആഘോഷം വേണ്ട അച്ഛമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.